ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഫൈനലായിരുന്നു കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഫ്രാൻസും അർജന്റീനയും തമ്മിൽ നടന്ന ആ ഒരു ഫൈനൽ പോരാട്ടം അത് ആവേശഭരിതമായ ഒരു മത്സരമായിരുന്നു. വിജയ പരാജയ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു. അങ്ങനെ 3-3 എന്ന സമനിലയിലാണ് കലാശിച്ചത്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈനലുകളിൽ ഒന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലെ പരാജയം അത് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനെ വല്ലാതെ അലട്ടിയിരുന്നു. കാരണം ഒരുപാട് വിവാദങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നടന്ന ഒരു ഫൈനൽ മത്സരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ അതിനൊരു റിവെഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു റീമാച്ച് നടത്താനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയാണ് അതിന് തടസ്സമായി നിലകൊണ്ടത് എന്നാണ് ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിന് വേണ്ടി 10 മണിക്കൂറോളം സഞ്ചരിക്കേണ്ടി വന്നേക്കും. അത് താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അർജന്റീനക്കെതിരെ വേൾഡ് കപ്പിന് ശേഷം അർജന്റീനക്കെതിരെ ഒരു മത്സരം കളിക്കേണ്ടതില്ല എന്ന തീരുമാനം കിലിയൻ എംബപ്പെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് അതിൽ നിന്നും പിൻവാങ്ങി എന്നാണ് എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം ഫ്രാൻസും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് മുന്നേ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വേൾഡ് കപ്പിൽ ഇരുവരും മുഖാമുഖം വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.